നവജാത ശിശു മരിച്ചതിനെ ചൊല്ലി ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം. വണ്ടാനം സ്വദേശികളായ മധുവിന്റെയും സൗമ്യയുടെയും 7 ദിവസം പ്രായമായ കുഞ്ഞാണ് ഇന്നലെ രാത്രി മരിച്ചത്. ചികിത്സാ പിഴവാണ് മരണകാരണമെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും പ്രതിഷേധിച്ചു. അന്വേഷിച്ച് നടപടിയെടുക്കാം എന്ന അധികൃതരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു. നിഷ, വലിയ പ്രതിഷേധമായിരുന്നു ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബന്ധുക്കൾ, നാട്ടുകാർ ഉൾപ്പെടെ നടത്തിയത്. എന്തായാലും അന്വേഷിച്ച് നടപടിയെടുക്കാം എന്നുള്ളൊരു ഉറപ്പിന്റെ മേൽ, ആ ഒരു വിശ്വാസത്തിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചുവെന്ന് മനസ്സിലാകുന്നു. ഈ കുഞ്ഞിന്റെ മരണവുമായി ബന്ധപ്പെട്ട ബന്ധുക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ്? എന്താണ് സംഭവിച്ചതെന്നാണ് നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്? ലക്ഷ്മി, ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് ഈ നവജാത ശിശുവിന്റെ മൃതദേഹവുമായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിക്ക് മുന്നിൽ ബന്ധുക്കളുടെ പ്രതിഷേധവും തുടർന്ന് ആ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയതുമൊക്കെ. എന്തായാലും നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അടുത്തിടെയായി വലിയ രീതിയിൽ ഇത്തരത്തിൽ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും മൃതദേഹവുമായുള്ള പ്രതിഷേധവും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയും അതുതന്നെയാണ് സംഭവിച്ചത്. നവജാത ശിശു മരിച്ചത് അനാസ്ഥ മൂലം, ആശുപത്രി ജീവനക്കാരുടെയും ഡോക്ടർമാരുടെയും ഒക്കെ അനാസ്ഥ മൂലമാണെന്ന് ആരോപിച്ചുകൊണ്ടായിരുന്നു ബന്ധുക്കളുടെ പ്രതിഷേധം. കൃത്യമായ പരിചരണം ഈ പ്രസവിച്ച സ്ത്രീക്കും കുഞ്ഞിനും കൃത്യമായ പരിചരണം ലഭിച്ചില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. വണ്ടാനം സ്വദേശി മനുവിന്റെ ഭാര്യയെ കഴിഞ്ഞ 28-നാണ് പ്രസവത്തിനായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അപ്പം തന്നെ ഈ സൗമ്യയ്ക്ക് അന്ന് തന്നെ, ആ 28-ന് വൈകിട്ട് തന്നെ പ്രസവ വേദന ഉണ്ടാകും. ഇക്കാര്യം ആശുപത്രിയിലെ ഡോക്ടർമാരെയും അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാരെയും ഒക്കെ അറിയിച്ചിട്ടും അവർ അത് മൈൻഡ് ചെയ്തില്ല എന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട്. ഈ പ്രസവ വേദന ഉണ്ടായി യുവതി കരയുമ്പോൾ പോലും ഈ ആശുപത്രി ജീവനക്കാർ പെട്ടെന്ന് തന്നെ ലേബർ റൂമിലേക്ക് മാറ്റാനുള്ള നടപടിയൊന്നും എടുത്തില്ല. തുടർന്ന് സൗമ്യ ആ വാർഡിൽ തന്നെ ഏതാണ്ട് പ്രസവിച്ച അവസ്ഥയിലാണ് സൗമ്യയെ ലേബർ റൂമിലേക്ക് മാറ്റുന്നത്. തുടർന്ന് കുഞ്ഞിനെ ആരോഗ്യ പ്രശ്നം ഉണ്ടായിരുന്ന കുഞ്ഞിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. കുഞ്ഞിനെ പിന്നീട് ഒരു തവണ പോലും കാണാൻ ബന്ധുക്കളെ അനുവദിച്ചില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല, കുഞ്ഞിന് ഒരു തവണ ഡയാലിസിസ് നടത്തി എന്ന് ബന്ധുക്കളോട് പറഞ്ഞിരുന്നു. ഈ 8 ദിവസത്തിനിടയിൽ ഒരു പ്രാവശ്യം പോലും ഈ നവജാത ശിശുവിനെ കാണാൻ അമ്മയ്ക്ക്, ഒപ്പം തന്നെ കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അമ്മയെ അനുവദിച്ചില്ല എന്നും ബന്ധുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ വലിയ പ്രതിഷേധവും അതൊരു സംഘർഷാവസ്ഥയിലേക്കും ഒക്കെ എത്തിയിരുന്നു. തുടർന്ന് ആശുപത്രി സൂപ്രണ്ടിന് ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. എന്തായാലും പരിശോധിച്ച് നടപടിയെടുക്കാമെന്ന ഉറപ്പിന്മേലാണ് ബന്ധുക്കളുടെ പ്രതിഷേധം അവസാനിച്ചത്. കഴിഞ്ഞ പല തവണയായി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുൻപ് അമ്പലപ്പുഴ കരൂർ സ്വദേശിയായ ശിവനെയും ഇത്തരത്തിൽ, അന്ന് കുഞ്ഞല്ല അമ്മയാണ് മരിച്ചത്. അന്നും ഇതുപോലെ പ്രസവത്തെ തുടർന്നുള്ള ചികിത്സയിലിരിക്കെ അണുബാധ ഉണ്ടായി കരൂർ സ്വദേശിയായ ശിവനെ മരിച്ചതായി ബന്ധുക്കൾ ആരോപിച്ചിരുന്നു. അന്ന് ശിവനയുടെ മൃതദേഹവുമായി ഇതുപോലെ തന്നെ രാത്രി സമയത്ത് പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനു മുൻപ് ഉമൈവ എന്ന സ്ത്രീ ചികിത്സാ പിഴവ് മൂലം മരിച്ചു. അവരുടെ മൃതദേഹവുമായി ബന്ധുക്കൾ പ്രതിഷേധിച്ചു. ഈ പ്രതിഷേധങ്ങളിലൊക്കെ തന്നെ ബന്ധുക്കളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാനായി, അല്ലെങ്കിൽ ഈ പ്രതിഷേധം തണുപ്പിക്കാനായി നടപടിയെടുക്കാം, അന്വേഷണ കമ്മീഷനെ നിയോഗിച്ച് നടപടിയെടുക്കാമെന്ന് പറഞ്ഞ് തടിയൂരുന്ന ഒരു സമീപനമാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഈ ശിവനയുടെ മരണവുമായി ബന്ധപ്പെട്ട ആരോഗ്യമന്ത്രി അടക്കം അന്വേഷിക്കാമെന്ന്, ആരോഗ്യമന്ത്രി അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ ഈ അന്വേഷണ കമ്മീഷനുകളൊക്കെ അന്വേഷിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കും. പക്ഷേ ഈ അന്വേഷണ കമ്മീഷൻ എന്ന് പറയുന്നത് ഡോക്ടർമാർ തന്നെയായിരിക്കും. ഡോക്ടർമാർക്കെതിരെ അന്വേഷണം നടത്തിയാൽ ഒരു തരത്തിലും അവരുടെ ഭാഗത്ത് ചികിത്സാ പിഴവോ അല്ലെങ്കിൽ അനാസ്ഥയോ ഉണ്ടായി എന്ന് ഒരിക്കലും റിപ്പോർട്ടിൽ പറയില്ല. അതുകൊണ്ട് തന്നെ ഈ കുറ്റക്കാർക്കെതിരെ ഒരിക്കൽ പോലും നടപടി എടുക്കാറുമില്ല. അതാണ് ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉണ്ടാകുന്നത്. ഇന്നലെയും അത് തന്നെയാണ് സംഭവിച്ചത്. ബന്ധുക്കളുടെ പ്രതിഷേധം തണുപ്പിക്കാനായി അന്വേഷിച്ച് നടപടിയെടുക്കാമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഉറപ്പ് നൽകി. എന്തായാലും അതോടുകൂടി പ്രതിഷേധം അവസാനിപ്പിച്ച് ബന്ധുക്കൾ മടങ്ങിയിട്ടുണ്ട്. ഇനി കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം രാവിലെ 10 മണിയോടുകൂടി നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിഷ, ഈ പറഞ്ഞതുപോലെയാണ് ഈ അന്വേഷിച്ച് റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കുമ്പോഴും അതിന്മേൽ, ഈ റിപ്പോർട്ടിന്മേൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ നിഷ പറഞ്ഞതുപോലെ ഡോക്ടർമാർക്കെതിരെ എന്തായാലും റിപ്പോർട്ട് നൽകില്ല എന്ന് ഉറപ്പാണെങ്കിലും പൊതുവിൽ അവിടെ എന്താണ് അവതാളത്തിലായി കിടക്കുന്നത് എന്നൊരു ഊഹം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ ഇതുമായി ബന്ധപ്പെട്ടവർക്ക്. നമുക്കറിയാം, ആലപ്പുഴയിൽ വമ്പൻ സ്വകാര്യ ആശുപത്രികളിലെ മികച്ച ചികിത്സാ സൗകര്യങ്ങളുള്ള ഏക ആശ്രയം ഈ ഒരു ആതുരാലയമാണ്. പക്ഷേ ഈ രോഗികളുടെ എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ചികിത്സയ്ക്ക് എത്തുന്നവരുടെ ജീവൻ ഇങ്ങനെ നിരന്തരമായി ചികിത്സാ പിഴവ് എടുക്കുമ്പോൾ ആളുകൾ അങ്ങോട്ടേക്ക് എത്താൻ പേടിക്കുന്നൊരു സാഹചര്യം, പക്ഷേ എത്താതിരിക്കാൻ നിർവാഹവുമില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കൃത്യമായ മേൽനോട്ട കുറവാണ് ഇതിൻ്റെ, ഈ ചികിത്സാ പിഴവിൻ്റെ ഒക്കെ കാരണം എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നൊരു സാഹചര്യം കൂടിയുണ്ടല്ലോ നിഷ. നമുക്ക് അതിനെ എങ്ങനെ നോക്കിക്കാണാം? ലക്ഷ്മി, തീർച്ചയായും ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെ ഒരു ആശുപത്രി, മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളൊന്നും ആലപ്പുഴയിൽ നിലവിലില്ല.
അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സാധാരണ, പ്രത്യേകിച്ച് സാധാരണക്കാരായ പാവപ്പെട്ട രോഗികൾക്കൊക്കെ ആശ്രമം ആലപ്പുഴ മെഡിക്കൽ കോളേജാണ്. പക്ഷേ ലക്ഷ്മി പറഞ്ഞതുപോലെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വരാൻ ഇപ്പോൾ ആളുകൾ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിരവധി ജീവനുകളാണ് അവിടെ ഇത്തരത്തിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് പൊരിഞ്ഞിട്ടുള്ളത്. പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് അമ്മമാർ മരിക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യം, ചികിത്സ സമയത്ത് ലഭ്യമാകാതെ രോഗികൾ മരിക്കുന്ന സാഹചര്യം, അതിലെല്ലാം കുറ്റക്കാരാണ് എന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നത് ആശുപത്രിയിലെ ഡോക്ടർമാരും നഴ്സുമാരും അടക്കമുള്ള ജീവനക്കാരെ തന്നെയാണ്. കാരണം പല ആളുകളും നമ്മളോട് സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയി നമ്മൾ ഒരു അസുഖ വിവരം പറഞ്ഞാൽ അവർ അത് പരിഗണിക്കില്ല. ഡോക്ടർമാരും നഴ്സുമാരും എല്ലാം പുച്ഛഭാവത്തോടു കൂടി തള്ളിക്കളയുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ അവിടെ പോയി ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കൾ തനിക്ക് അസുഖമാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസ്ഥയിൽ, ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ മാസം ഉമൈബ എന്ന് പറയുന്ന സ്ത്രീ മരിച്ചിരുന്നു. അന്ന് ഉമൈബയ്ക്കും ഇതുപോലെ അണുബാധയുണ്ടായി, അവർക്ക് കടുത്ത പനിയുണ്ടായി. ആ സമയത്തൊക്കെ ബന്ധുക്കൾ ഈ ആശുപത്രി ജീവനക്കാരോട് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് തുടർ ചികിത്സ നൽകാനോ അവരെ ICUവിൽ അടക്കം പ്രവേശിപ്പിക്കാനോ ഉള്ള നടപടികളൊന്നും അവർ സ്വീകരിക്കുന്നില്ല. ഒപ്പം ആശുപത്രിയിൽ ആ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരും അവര് ഡോക്ടർമാരെ അറിയിക്കാനോ അല്ലെങ്കിൽ ഡ്യൂട്ടി ഡോക്ടർ വന്ന് നോക്കാനോ ഒന്നും തന്നെ മെനക്കിടുന്നില്ല. കാരണം ഡ്യൂട്ടി ഡോക്ടറുടെ പേര് ഇവരുടെ ഈ ആശുപത്രി റിപ്പോർട്ടുകളിലൊക്കെ എഴുതി വെക്കുമെങ്കിൽ പോലും ഡ്യൂട്ടി ഡോക്ടർ ഒരു പ്രാവശ്യം പോലും ഇവരെ നോക്കാൻ എത്തുന്നില്ല. പകരം മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് വരുന്നത്. ഇന്നലെയും ആ ഒരു സാഹചര്യം ഉണ്ടായെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസിനെ വിട്ട് രോഗികളെ പരിശോധിപ്പിക്കുന്ന രീതി, ഒരു അത്യാഹിതം ഉണ്ടായാൽ പോലും സീനിയർ ഡോക്ടർ വരാത്ത ഒരവസ്ഥ ഒക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഈ മരണങ്ങളൊക്കെ സംഭവിക്കുന്നത് ചികിത്സാ പിഴവ് മൂലമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കാനുള്ള പ്രധാന കാരണവും അത് തന്നെയാണ്. ഇവർ ഈ അസുഖകരം അല്ലെങ്കിൽ രോഗി സീരിയസ് ആണ് എന്ന് ബന്ധുക്കൾക്ക് അറിയിക്കാനോ അല്ലെങ്കിൽ അവിടെ ഒരു ബഹളം ഉണ്ടാക്കാനോ മാത്രമേ സാധിക്കുകയുള്ളൂ. പക്ഷെ എത്ര ബഹളം ഉണ്ടാക്കിയാലും ആശുപത്രി ജീവനക്കാർ അതെല്ലാം തള്ളിക്കളഞ്ഞ് ധാർഷ്ട്യത്തോടെ തന്നെ പെരുമാറുകയാണ്. അല്ലെങ്കിൽ തങ്ങളുടെ ബന്ധുക്കളെ അല്ലെങ്കിൽ ഈ രോഗിയെ മറ്റ് സംവിധാനങ്ങൾ, കൂടുതൽ ചികിത്സാ സൗകര്യങ്ങൾ നൽകി ആ സമയത്ത് വേണ്ട ചികിത്സ നൽകുന്നില്ല എന്നൊക്കെയുള്ള ആരോപണമുണ്ട്. അത് 100% സത്യവുമാണ്. ഒപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നമ്മൾ തന്നെ പലതവണ റിപ്പോർട്ട് ചെയ്തതാണ്. മരുന്നില്ല, ഡോക്ടർ എഴുതി കൊടുക്കുന്ന മരുന്നൊക്കെ പുറത്തുനിന്ന് വാങ്ങേണ്ട സാഹചര്യമാണ്. ഒപ്പം തന്നെ വലിയ വില കൂടിയ ടെസ്റ്റുകളൊക്കെ പുറത്ത് സ്വകാര്യ ലാബിലേക്ക് എഴുതി കൊടുക്കുന്നു, അതിന്റെ കമ്മീഷൻ വാങ്ങുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും ആരോഗ്യമന്ത്രി പറയുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു പ്രശ്നവുമില്ല, മരുന്നില്ല എന്നൊക്കെയാണ്. പക്ഷെ അവിടെ ചെല്ലുന്ന ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്, അവിടെ ചെന്ന് ഒരു 5 മിനിറ്റ് നിന്നാൽ മതി, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിരവധിയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു പരാതിയും ഒക്കെ ആയിട്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോൾ പോലും, അല്ല നമ്മളല്ല ഏതൊരു മാധ്യമ പ്രവർത്തകൻ അവിടെ കണ്ടാലും നിരവധി പരാതിയുമായി ആളുകൾ എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ചികിത്സാ പിഴവ് മൂലം ഇന്നലെയും ഒരു കുഞ്ഞ് മരിച്ചിരിക്കുന്നത്. ലക്ഷ്മി. യെസ് നിഷയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.